ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കടക വാവ് ബലിയോടനുബന്ധിച്ച് ബലിയിടാനായിട്ട് അടുത്തുള്ള ഏറ്റവും സൗകര്യമായ സ്ഥലം മല്ലപ്പള്ളി തിരുമാലട ക്ഷേത്രത്തോട് ചേർന്ന് മണിമലയാറിന് ചേർത്തായിരുന്നു. ബലിതർപ്പണത്തോട് അനുബന്ധിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കർക്കടക മാസത്തിലെ അമാവാസി ദിനമാണ് കർക്കടക വാവായിട്ട് അറിയപ്പെടുന്നത് എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിനും അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനുമായിട്ട് നടത്തുന്ന പൂജയും തർപ്പണവുമാണ് ഇവിടെ നടക്കുന്നത്. പിതൃ തർപ്പണം വെളുപ്പിന് 4 മണി മുതൽ ഇവിടെ ബലിതർപ്പണം തുടങ്ങിയതാണ്. ഞങ്ങളൊരു 6:30 കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടേക്ക് എത്തിയത്. എന്നാൽ തന്നെ നല്ല തിരക്കുണ്ട് ഇപ്പോഴും. ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസി എന്നീ നിലയിൽ ഇതിന് ആത്മീയമായിട്ട് തന്നെ വളരെ പ്രാധാന്യം ഉള്ള ദിവസമാണ്. കണ്ണിൽ നിന്നും മറഞ്ഞെങ്കിലും നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് എത്രയോ തലമുറകളിലായിട്ട് ജീവിച്ച് ഈ ഭൂമിയിൽ നിന്നും മടങ്ങിപ്പോയവരുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ അർപ്പിക്കുന്ന ബലി തർപ്പണമാണ് ഇവിടെ നടക്കുന്നത്. ഒരാഴ്ചയ്ക്ക് മുൻപ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ, പ്രളയജലത്തിൽ ഈ ക്ഷേത്രവും പരിസരവും എല്ലാം മുങ്ങിപ്പോയതാണ്. ഇപ്പോൾ വെള്ളമെല്ലാം ഇറങ്ങി മൺതിട്ടയൊക്കെ നമുക്ക് കാണാം. രാവിലെ മുതൽ നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു. ഇന്നലെ രാത്രിയിലൊക്കെ തലേ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു. എങ്കിലും പകൽ മഴ ശല്യം ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ എല്ലാ കർമ്മങ്ങളും നടക്കാനായിട്ട് പ്രകൃതിയും അതിനനുസരിച്ചായിരുന്നു. മല്ലപ്പള്ളി തിരുമാലട മഹാദേവ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട്. ശിവരാത്രി മഹോത്സവമൊക്കെ വളരെ കേമമാണിവിടെ. സൂര്യം സുന്ദരലോകനാഥം അമൃതം വേദാന്തസാരം ശിവം ജ്ഞാനം ബ്രഹ്മമയം സുരേശവിമലം ലോകൈകയുക്ത സ്വയം ഇന്ദ്രാദിത്യ നരാധിപം സുരവതീം ത്രൈലോക്യചൂടാമണി ബ്രഹ്മാ വിഷ്ണു മഹേശ്വരസ്യ ഹൃദയം വന്ദേ സദാ ഭാസ്കരം. നിൽക്കുന്ന സ്ഥലത്ത് ഭൂമിദേവിക്ക് കൊടുത്ത് ഭൂമിദേവിക്ക് ദേവതേ പ്രദക്ഷിണവദേവതേ പ്രദക്ഷിണവദേവതേ. കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം പിതൃപൂജയ്ക്ക് ഏറ്റവും വിശുദ്ധ ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ വളരെ ബഹുമാനത്തോടെ ഭക്തിയോടെ അർപ്പിക്കുന്ന പൂജകൾ പിതൃക്കൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. കർക്കിടകം ദക്ഷിണായനത്തിൻ്റെ തുടക്കമാണ്. പ്രത്യേകിച്ചും ഈ പുണ്യവേളയിൽ പൂർവികരെ സ്മരിക്കുന്നത് ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനും നമ്മുടെ സമാധാനത്തിനുമൊക്കെ നല്ലതാണ്. നമ്മുടെ പൂർവികരോടുള്ള ആദരവും കടപ്പാടും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഈ പുണ്യഭൂമിയിൽ ജന്മം നൽകിയതിന് നന്ദിയോടെ അവരെ ഓർമ്മിക്കുന്നതിനൊക്കെയുള്ള ഒരു ദിവസമാണിത്. മിക്കവാറും കേരളത്തിലെ എല്ലാ നദീതീരങ്ങളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്, തിരുവല്ലത്ത്, അതുപോലെ ആലുവ, ശിവരാത്രി, മണപ്പുറം, തിരുനെല്ലി, വർക്കല, പാപനാശം തുടങ്ങിയ കടൽ തീരത്തൊക്കെ കർക്കിടക ദിവസം ബലിതർപ്പണം, ഈ വാവ് ദിവസം ബലിതർപ്പണം നടക്കുന്നുണ്ട്. ഞങ്ങളുടെ വീടിനടുത്ത് തൃച്ചേർപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്. അതിനോട് ചേർന്നുള്ള കുളത്തിലും വലിയ രീതിയിൽ അവിടെ ബലിതർപ്പണം നടക്കുന്നുണ്ട്. അത് വളരെ വിശേഷപ്പെട്ടതാണ്. ഇതിനു മുൻപ് ആ വീഡിയോ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചെയ്യാതിരുന്നത്. തലേ ദിവസം മുതൽ തന്നെ വ്രതമൊക്കെ എടുത്താണ് ബലിതർപ്പണം ചെയ്യുന്നത്. പൂർവികരെ സ്മരിച്ച് ബലിതർപ്പണം നടത്തി ക്ഷേത്രത്തിൽ ഒക്കെ തൊഴുതാണ് എല്ലാവരും തിരികെ പോകുന്നത്. 10,000-കണക്കിന് ആളുകളാണ് ഓരോയിടത്തും ബലിതർപ്പണത്തിന് ഉണ്ടായിരുന്നത്. ബലിതർപ്പണത്തിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാറിൻ്റെ തീരത്തെ ഈ മനോഹരമായ ശിവക്ഷേത്രം ആലുവ ശിവക്ഷേത്രത്തിലെ പോലെ ഒരാണ്ടിൽ 1-2 തവണ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ വെള്ളമായിരുന്നു ഇത്തവണ. എല്ലാ പിതൃക്കൾക്കും മോക്ഷം ലഭിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു.
ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.